ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. ജനവിധി എഴുതുക 96 മണ്ഡലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലും ബീഹാറിലും. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ISRO. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ഇന്ന് ലോക മാതൃദിനവും ആചരിക്കുന്നു. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഭുവനേശ്വറിൽ തുടക്കം. IPL പ്ലേ ഓഫിൽ ഇടം നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിന്റെ വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലുമായി 96 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി എഴുതാൻ പോളിംഗ് ബൂത്തിലെത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്. പൊതുതിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. ജാർഖണ്ഡിലെ 4 പശ്ചിമബംഗാളിലെ 8 സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13, മധ്യപ്രദേശിൽ 8, ഒഡീഷയിൽ 4, മഹാരാഷ്ട്രയിൽ 11, ജമ്മുകാശ്മീരിൽ 1, ബീഹാറിൽ 5 സീറ്റുകളിൽ 4ാം ഘട്ടത്തിൽ വിധി എഴുതും. പരസ്യപ്രചാരണത്തിന് അവസാന ദിനമായ ഇന്നലെ പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഒഡീഷയിലും ജാർഖണ്ഡിലും പ്രചാരണം നടത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ദക്ഷിണ ഡൽഹിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബീഹാറിലും രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ വോട്ടെടുപ്പും നാളെ നടക്കും. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലും 21 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 4 സീറ്റിലുമാണ് നാളെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 20-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നാളെ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജിതമാക്കി. NDAയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലും ബീഹാറിലും വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. ഹൌറയിലെ പഞ്ച്ല, ചിൻഷുര, ഹൂഗ്ലി ജില്ലയിലെ പുർഷുര തുടങ്ങിയിടങ്ങളിലാണ് പ്രധാനമന്ത്രി ഇന്നെത്തുന്നത്. ബീഹാറിലെ പട്നയിൽ റോഡ് ഷോയിലും ഇന്ന് അദ്ദേഹം പങ്കെടുക്കും. സരൺ, വൈശാലി, ഹാജിപൂർ എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിലാണ് പ്രചാരണം നടത്തുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബാരാബങ്കിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രചാരണത്തിൽ പങ്കെടുക്കും. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച പുതിയ ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വെള്ളിയാഴ്ചയാണ് പുതിയ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചത്. പുനർരൂപകൽപ്പന ചെയ്ത PS4-ലൂടെ എഞ്ചിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം ലാഭിക്കാനും ലോഹപ്പൊടി 565 കിലോയിൽ നിന്ന് 13.7 കിലോഗ്രാമായി കുറയ്ക്കാനും ഉൽപാദന സമയം 60% ലാഭിക്കാനും സാധിക്കും. പുനർരൂപകൽപ്പന ചെയ്ത എഞ്ചിൻ PSLV വിക്ഷേപണ വാഹനത്തിന്റെ 4ാം ഘട്ടത്തിലും PSLVയിലെ ആദ്യഘട്ടത്തിലെ പ്രതികരണ നിയന്ത്രണ സംവിധാനത്തിലും ഉപയോഗിക്കും. ഈ എഞ്ചിൻ സാധാരണ PSLV പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്താൻ ISRO ലക്ഷ്യമിടുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ട്രെയിനികളുമായി സംവദിച്ചു. രാജ്യാന്തര തലത്തിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികൾ, അവസരങ്ങൾ, മാറുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. 2023 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ട്രെയിനികളോടൊപ്പം ഭൂട്ടാൻ നയതന്ത്രജ്ഞരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മവാർഷിക ദിനമായ മെയ് 12-ആണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആഘോഷിച്ചു വരുന്നത്. ആരോഗ്യമേഖലയിൽ നഴ്സുമാർ വഹിക്കുന്ന നിർണായക പങ്കിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നതാണ് ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് ഈ വർഷത്തെ നഴ്സ് ദിനത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടും നഴ്സുമാരെ ആദരിക്കുന്ന വിവിധ പരിപാടികൾ ഇന്ന് നടക്കും. ഇന്ന് ലോക മാതൃദിനം.
ഊഷ്മള വാത്സല്യത്തിന്റെ പ്രതീകമായ അമ്മമാർക്കായുള്ള ഈ ദിനം ഭൂരിഭാഗം ലോകരാജ്യങ്ങളിലും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് മാതൃദിന ആഘോഷമെങ്കിലും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആൾരൂപമായ അമ്മയോടുള്ള ആദരവാണ് ദിനാചരണത്തിന്റെ അടിസ്ഥാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ മൺസൂണിന് മുന്നോടിയായി ജനപങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം 18, 19 തീയതികളിൽ സംസ്ഥാനമൊട്ടാകെ നടക്കുമെന്ന് മന്ത്രി MB രാജേഷ് കൊച്ചിയിൽ പറഞ്ഞു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 20,000 വാർഡുകളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. ഇതിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 30,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴ വ്യാപകമായതോടെ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. ഇന്നലെ 9.88 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. വേനൽ ശക്തമായതിനു ശേഷം 10 കോടി യൂണിറ്റിന് താഴെ ഉപഭോഗം എത്തുന്നത് ഇതാദ്യമായാണ്. ഇതോടെ വിതരണ രംഗത്തുണ്ടായിരുന്ന പ്രതിസന്ധിക്കും പരിഹാരമായി. പമ്പ, ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ തുറന്നുവിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നാളെ രാവിലെ 6 മണി മുതൽ ഈ മാസം 19 വരെ പ്രതിദിനം 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. വൃഷ്ടി പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. തൃപ്പൂണിത്തുറയിൽ കിടപ്പിലായ പിതാവിനെ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി R. ബിന്ദു നിർദ്ദേശിച്ചു. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമപ്രകാരം മകനെതിരെ നടപടികൾ സ്വീകരിക്കാൻ മെയിന്റനൻസ് ട്രൈബ്യൂണൽ പ്രിസൈഡിംഗ് ഓഫീസറായ ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ചാർധാം തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ ബദ്രീനാഥ് ക്ഷേത്രം ഇന്ന് രാവിലെ 6 മണിക്ക് തുറന്നു. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച ആരംഭിച്ച ചാർധാം യാത്രയുടെ ആദ്യ ദിനത്തിൽ 43,000-ലധികം ഭക്തർ കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി ധാം എന്നിവിടങ്ങൾ സന്ദർശിച്ചു. 33 ലക്ഷത്തിലധികം പേരാണ് ചാർധാം സന്ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കം. ഈ സീസണിലെ രാജ്യത്തെ ആദ്യ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ 700-ലേറെ കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ആദ്യ ദിനമായ ഇന്ന് 6 ഫൈനലുകളാണുള്ളത്. ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ മത്സരിക്കും. കിഷോർ കുമാർ ജന, DP മനു തുടങ്ങിയവരും ജാവലിൻ ത്രോയിൽ മത്സരിക്കും. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫിൽ ഇടം നേടുന്ന ആദ്യ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് പരാജയപ്പെടുത്തിയാണ് കൊൽക്കത്ത പ്ലേ ഓഫ് ഉറപ്പിച്ചത്. മഴ മൂലം 16 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ കൊൽക്കത്ത ഉയർത്തിയ 158 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 16 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ആന്ദ്രെ റസൽ, റിങ്കു സിംഗ് എന്നിവരുടെ ഇന്നിംഗ്സാണ് കൊൽക്കത്തയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസുമായി ഏറ്റുമുട്ടും. 2024-ലെ പാരീസ് ഒളിമ്പിക്സിന് ക്വാട്ട സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരമായി അമൻ സെഹ്രാവത്ത്. ഇസ്താംബുളിൽ നടന്ന ലോക ഗുസ്തി ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് ഏഷ്യൻ ചാമ്പ്യൻ സെഹ്രാവത്ത് പാരീസ് ക്വാട്ട ഉറപ്പിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 300 കവിഞ്ഞതായി ഐക്യരാഷ്ട്രസഭ. വടക്ക് പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനെയാണ് മഴയും വെള്ളപ്പൊക്കവും സാരമായി ബാധിച്ചതെന്ന് UN ഫുഡ് പ്രോഗ്രാം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വടക്കൻ പ്രവിശ്യയായ ബഖ്ലാനിൽ 62-ലധികം പേരാണ് മരിച്ചത്. ബ്രസീലിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 120ആയി. 756 പേർ ചികിത്സയിൽ കഴിയുകയാണെന്നും 141 പേരെ കാണാതായെന്നും അധികൃതർ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി 20,000-ലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. ജനവിധി എഴുതുക 96 മണ്ഡലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലും ബീഹാറിലും. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച് ISRO. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം.
നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ഇന്ന് ലോക മാതൃദിനവും ആചരിക്കുന്നു. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഭുവനേശ്വറിൽ തുടക്കം. IPL പ്ലേ ഓഫിൽ ഇടം നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.